ഇതിന്റെ DOP വിജയ് എന്ന് പറയുന്ന സമീർക്കടസിന്റെ ഒരു മിന്നലിനുള്ളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ജയിച്ചേട്ടനാണ് ഇതിന്റെ മ്യൂസിക്, അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പം നേരിട്ട് പറയാത്ത ഇനിയും ആളുകളുണ്ട്. ഈ ഒരു സിനിമ ഒരു വളരെ നല്ല ഉദ്ദേശത്തോടെ എടുക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു മാസ് മസാല എന്റർടൈനർ ഒന്നായിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും, ഒരു ഗുഡ് വാച്ച് ആയിരിക്കും, ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ചിട്ടുള്ള റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി. തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ്. ഇപ്പം ഈ സിനിമ ഇറങ്ങുന്നത് വരെ ഇറങ്ങിയതിനു ശേഷം ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അതിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും തരും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് സ്ക്രീൻ അഭിനയിക്കാൻ കൂടെ പോവാണ്. സോ അത് എത്രത്തോളം ടോവിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോഗ്രാഫും പോക്കിഷവും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്ന ചേരൻ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഞാൻ തന്നെയായിരിക്കും. കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റും ആണ്. Thank you so much. And moving to the next, of course, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മളുടെ ചേരൻ സാറിനെ ഇൻവൈറ്റ് ചെയ്തതായിരിക്കും. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് എ ലിറ്റിൽ സെറമണി ഓൺ സ്റ്റേജ്. നമ്മളുടെ സിനിമയിലേക്ക് വന്നിട്ടുള്ള നിർമ്മാണ കമ്പനിയുടെ ലോഞ്ചിങ് സെറമണിയാണ് ആദ്യം നമ്മളിപ്പോൾ ഈ വേദിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ റിക്വസ്റ്റ് ടോവിനോ, യു ഹാവ് ടു ഡു ദിസ്. ടോവിയാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. So yes, ladies and gentlemen, we are newly launched the Indian Cinema Company. So നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പുതിയ ഒരു നിർമ്മാണ കമ്പനിയാണ്. നല്ലൊരു ഐഡിയയോടുകൂടി തന്നെ നമുക്ക്